അങ്ങനെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ മാതാവിന് സംരക്ഷണം വന്നപ്പോൾ പരിസ്ഥിതി ആകെ മാറുകയാണ്. എതിർപ്പുകളൊക്കെ ക്രമേണ മങ്ങിത്തുടങ്ങി. പ്രത്യേകിച്ച് ഉത്തരത്തിലൂടെ മാതാവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചു. ഈ സന്യാസ സമൂഹത്തെ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം സ്വീകരിക്കുവാനും വിലമതിക്കുവാനും തുടങ്ങി. ഈ കർമ്മയിൽ ഒത്തിരിയത്തോടുള്ള ഭക്തി പൊതുജനങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഭക്തി പ്രചരിച്ചപ്പോഴാണ് അത് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യമാക്കുന്നതിന് വേണ്ടി അന്നത്തെ മാർപ്പാപ്പ ഈ ഉത്തരീയത്തിന് പുതിയൊരു രൂപം നൽകിയത്. മാതാവ് നൽകിയ ദീർഘമായ ആ വസ്ത്രത്തിൻ്റെ മീതെ ധരിക്കുന്ന ഉത്തരീയം, അതിന് പകരം ചെറിയ 2 രോമത്തിൻ്റെ തട്ടുകൾ 2 ചരട് കൊണ്ട് തമ്മിൽ കൂട്ടി ഇണക്കി കഴുത്തിൽ ധരിക്കുവാൻ, ഒന്ന് നെഞ്ചത്തും മറ്റേ തട്ട് പുറത്തും ആയി വരത്തക്ക വിധം നെഞ്ചിൽ ധരിക്കുവാനാണ് ഈ ഉത്തരീയം രൂപകൽപ്പന അന്ന് ചെയ്തത്. അത് ജനങ്ങൾക്കും വളരെ സ്വീകാര്യമായി. വളരെ പെട്ടെന്ന് അത് പ്രചരിച്ചു. ജനങ്ങൾ എല്ലാവരും തന്നെ ഈ ഉത്തരീയം ധരിക്കുവാൻ തുടങ്ങി. ഉത്തരീയത്തിൻ്റെ പ്രത്യേകമായ ശക്തിയും സംരക്ഷണവും അനുഭവപ്പെട്ടുകൊണ്ട് അവർക്ക് വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുവാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ മിസ്റ്റർ സൈമൺ സ്റ്റോക്കിൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ഫലമായി അന്ന് ലഭിച്ച ഈ തിരുവുത്തിരിയം അത് നൽകിയപ്പോൾ 1251 ജൂലൈ 14 മാതാവ് ഉത്തരീയം നൽകിയപ്പോൾ മാതാവ് നൽകിയ പ്രത്യേകമായ വാഗ്ദാനങ്ങളും ഈ ഉത്തരീയത്തെ കൂടുതൽ സ്വീകാര്യമാക്കി തീർന്നു. കൂടുതൽ എല്ലാവർക്കും സ്വീകരിക്കുവാനും ഭക്തിയോടെ ധരിക്കുവാനും അതിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും എളുപ്പം സാധിക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. വളരെ ആവേശപൂർവ്വം ഈ ഉത്തരീയം അവർ അന്വേഷിച്ച് സ്വീകരിച്ച് ധരിക്കുവാനും തുടങ്ങി. അന്ന് നൽകിയ പ്രത്യേകമായ വാഗ്ദാനങ്ങൾ, ഒന്ന് എല്ലാവർക്കും അറിയാം, പരിചയപ്പെട്ട് വളരെയേറെ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒന്നാണ്. മാതാവ് പറഞ്ഞു, ഈ വസ്ത്രം ഇത് എൻ്റെ വസ്ത്രമാണ്. ഈ വസ്ത്രം ധരിച്ചുകൊണ്ടും മരിക്കുന്നവരാരും നിത്യനരകത്തിൽ നിവദിക്കുകയില്ല. വളരെ വലിയൊരു വാഗ്ദാനമായിരുന്നു അത്. കാരണം മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യരക്ഷയാണ്. മനുഷ്യൻ വന്നു ഭവിക്കാവുന്ന ഏറ്റവും വലിയ വിപത്ത് നിത്യരക്ഷ കിട്ടാതെ പോകുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആപത്ത് നിത്യശിക്ഷയിൽ നരാഗ്നിയിൽ നിവദിക്കുക എന്നതാണ്. ഇവിടെ ഈ തിരുവുത്തിരിയും കാണിച്ചുകൊണ്ട് മാതാവ് വാഗ്ദാനം നൽകുകയാണ്. ഇത് ധരിച്ചുകൊണ്ട് മരിച്ചാൽ നിത്യമരണം പ്രാപിക്കുകയില്ല, നിത്യശിക്ഷാവിധിയിൽ ഉൾപ്പെടുകയുമില്ല. പിന്നെയും വലിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഈ നിത്യരക്ഷയുടെ ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഒത്തിരി സ്വീകരിച്ചു. അതോടൊപ്പം മറ്റു ആനുകൂല്യങ്ങൾ, മാനസാന്തരത്തിനുള്ള വരം, നല്ല മരണത്തിനുള്ള വരം, രോഗങ്ങളിൽ നിന്നുള്ള മോചനം, അപകടങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്ര തന്നെ ഈ ഉത്തരീയം വഴി അന്ന് നടന്നു. അങ്ങനെയാണ് ഈ ഉത്തരീയം അതിവേഗം പ്രചരിക്കാൻ ഇടവന്നത്. ഇതിനെ തിരുസഭ അംഗീകരിച്ചതോടുകൂടി ജനങ്ങൾക്ക് കൂടുതൽ ഉറപ്പായി, കൂടുതൽ സുരക്ഷിതരായി ഉത്തരീയം ധരിച്ചുകൊണ്ട് മാതാവിൻ്റെ സങ്കേതത്തിൽ അഭയം തേടാം എന്ന ഒരു പുതിയ പ്രത്യാശ മനുഷ്യരിൽ കൈവരികയാണ്. അങ്ങനെ സഭ അംഗീകരിച്ചപ്പോൾ പ്രത്യേകമായും ആനുകൂല്യങ്ങൾ നൽകുന്നു, പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും ഭാഗ്യ ദണ്ഡവിമോചനങ്ങളും നൽകുന്നു. ഇങ്ങനെ വളരെയേറെ ആത്മീയ ജീവിതത്തിന് പുരോഗതി നൽകുന്ന
വളർച്ച നൽകുന്ന വളരെ പ്രത്യേകമായ ശ്രദ്ധേയമായ കാര്യങ്ങൾ അതുവഴി ലഭിക്കുകയും ചെയ്യുന്നു.